الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. الله سبحانه وتعالى سدس قبول ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഗൾഫ് കൊണ്ട് സംശുദ്ധിയും ചേർക്കത് വാർക്കോ ചെന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ആവശ്യങ്ങളെ വെട്ടിക്കൊടുക്കുമാറാവട്ടെ. നല്ല റാഹത്തുള്ള സന്തോഷമുള്ള ജോലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് അയാളെയും ഞങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. വേറെ ഒരാൾ അയാൾ കിടാവും വികലാംഗനാണ്. 4 മക്കളിൽ ഒരു കിടാവ് മരിച്ചില്ല, ഒരു കിടാവ് വികലാംഗനാണ്. ആ കിടാവ് അയാൾ ചൊന്നത് എങ്ങനെ പനി പറയുമ്പോൾ അല്ല ഉഷാരില്ലാണ്ടാവും എന്തിനും ചൊല്ലുകാവില്ല. അപ്പോൾ അതുകൊണ്ട് ബായി പറവുള്ളതിനായി ദ്വാർക്കും ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ സഹിക്കാൻ തോന്നുന്നു. ബേജാറിൽ ഒരാൾ മെസ്സേജ് ആക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സദസ്സിലെ ബറക്കത്ത് കൊണ്ട് ആ കിടാവ് പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ, പൂർണ്ണമായ ശിഫ കൊടുക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ആ കിടാവ് പൂർണ്ണമായ സംസാരശേഷി അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ പ്രയാസപ്പെടുന്ന ഏതെല്ലാം ആൾമാരുള്ള അല്ലാഹു എല്ലാവർക്കും ആജിലായ ശിഫ കൊടുക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വക്കിച്ചുകൊണ്ട് കം അബ്റഅത് വസിബൻ ബില്ലംസി റാഹത്തുഹു വഅത്ലഖത് അരിബൻ മിൻ റിബ്ഖത്തിൽ ലമമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്പർശമുണ്ടായപ്പോൾ തൊട്ടപ്പം എത്രമാ രോഗികൾ ശിഫ ഉണ്ടായിരുന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി ദുആർക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊട്ടപ്പോൾ എല്ലാ രോഗികൾക്കും ശിഫ ഉണ്ടായിട്ട്. അതുപോലെ ഭ്രാന്തന്മാരായ ആൾമാർ, ഭ്രാന്ത് പിടിച്ച ആൾമാർ, അങ്ങനെ എല്ലാ ഭ്രാന്തും ശൈത്വാനിയത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഇല്ലാണ്ടായതാണ് ഇമാമിങ്ങൾ പരിപാടി. അല്ലാഹു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ രോഗങ്ങളിൽ നിന്നും ശമനം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിന ബഗ്ഗെയാണ് ചൊല്ലുക വിചാരിച്ചത്. ആ വഫാത്തിന ബഗ്ഗെ ചൊല്ലുമ്പോൾ വഫാത്ത് അടുത്തതിലെ ചില അടയാളങ്ങൾ മഹാന്മാർ നമുക്ക് പരിപാടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താവുകൊണ്ട് ചൊന്നിട്ടു ഫസ്റ്റിಗೆ വന്തായ ചില സൂചനകൾ. ഒന്നാമത്തെ പ്രധാനപ്പെട്ട സൂചനയാണ് സൂറത്തു ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്ത് ഇറങ്ങൽ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഈ സൂറത്ത് ഇറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ സൂചന ആയിട്ടാണ്. സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിപാടി. അപ്പോൾ ഇത് ലാസ്റ്റിലാണ് ഇറങ്ങുന്നത്. അതിനർത്ഥം ഇദാ ജാഅ നസ്റുല്ലാഹി അല്ലാഹുവിന്റെ സഹായം വന്നിട്ടുണ്ടായെങ്കിൽ വൽ ഫത്ഹു വിജയം വന്നിട്ടുണ്ടായെങ്കിൽ വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ അല്ലാഹുവിന്റെ ദീനിൽ ആൾമാർ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ കടന്നു വന്നെങ്കിൽ ഒരു അവസ്ഥ വന്നെങ്കിൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ റബ്ബിന്റെ സ്തുതിക്കലോടുകൂടെ നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം. വസ്തഗ്ഫിറുഹു അവനോട് നിങ്ങൾ മാഫ് കേൾക്കണം. ഇന്നഹു കാന തവ്വാബ നിശ്ചയം അല്ലാഹു തൗബ സ്വീകരിക്കുന്ന ആള് ചൊല്ലായത്താണ് ചൊല്ല സൂറത്ത്. ഈ സൂറത്ത് ഇറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ സൂചന ആയിട്ടാണ് ചൊല്ലുന്നത്. അഥവാ മക്കം ഫതഹായപ്പോൾ ഇസ്ലാമു കൂട്ടം കൂട്ടമായി ആൾമാർ വരവ് സുഖാക്കിയാറ്. അത്രത്തോളം അറബ് ജഗത്തുള്ള ഇങ്ങനെ നിന്നിട്ടിന്നാൽ എന്താവും മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിക്കലോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണ്ടറിൽ വരണോടുകൂടെ എല്ലാവരും പേടിച്ചു പോയാൽ ഇടീ അറബ് ജഗത്തെ വിചാരിച്ചാൽ ഇനി ഞങ്ങളുടെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് എല്ലാവരും ശരണായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്നു. അതിൽ പിന്നെ കുറേ ആൾമാർ യാത്ര വഫ്ദും ചൊല്ലു സംഘം പ്രതിനിധി സംഘങ്ങൾ മദീനത്തിൽ വന്നു. സുഖമായിട്ട് മദീനത്തിൽ ഞങ്ങൾ പോയെങ്കിൽ റൗദത്തെ ഉൾഗ ഉസ്തുവാനത്തുൽ ഉഫൂദ് ചൊല്ലിട്ട് ഒരു തൂണും കുറേ തൂണിന്റെ കൂട്ടത്തിൽ ഉസ്തുവാനത്ത് ആയിഷ ഉണ്ട്.
ഉസ്തുവാനത്ത് അബീലുബാബ കണ്ടുള്ളൂ. അതിൽപ്പെട്ട ഒരു തൂണാണ് ഉസ്തുവാനത്തുൽ ഉഹൂദ് എന്നെങ്കിൽ കുറെ പ്രതിനിധി സംഘടന മദീനത്ത് വന്നുകൊണ്ടിരുന്നു. യമന്റെ വന്നാലുള്ളത് ദൂരത്തെ അഥവാ മക്കം 10 ഹിജ്റ 8ാമത്തെ വർഷത്തിൽ നടക്കലോടുകൂടെ എല്ലാവരും പേടിച്ചാൽ ഇനി ഞങ്ങളത് എന്തും നടക്കില്ല, അതുകൊണ്ട് എല്ലാവരും ഇസ്ലാമവും ശരണായോണ്ടുള്ളത്. അങ്ങനെ ഓരോ സംഘങ്ങൾ വരുമ്പോ ആ സംഘത്തെ ആ തൂണ്ട മുട്ട വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ തൂണ്ട പേര് ഉസ്തുവാനത്തുൽ ഉഹൂദ്. അപ്പൊ ഇങ്ങനെ കൂട്ടം കൂട്ടമായ ആൾമാർ ഇസ്ലാമത് വന്നാറുണ്ടായെങ്കിൽ നിങ്ങൾ റബ്ബിനെ സ്തുതിക്കുന്നു, തസ്ബീഹ് ചൊല്ലുകൊണ്ടാണ് ഈ ആയത്തുള്ളത്. അപ്പൊ ഇതിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സൂചന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹ് റിപ്പോർട്ട് ആക്കിയ 2 റിപ്പോർട്ടും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ ഹദീസാണ്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ വിളിച്ചിട്ട് ഈ ആയത്തിന്റെ അർത്ഥം എന്തേ സൂറത്തുൽ നസ്ർ ഓതിത്തല്ല അതിൽ നിന്ന് നിങ്ങൾ എന്തിനു മനസ്സിലാക്കിയാറെന്ന് കേൾക്കുമ്പോ സ്വഹാബത്ത് വലിയ വലിയ സ്വഹാബത്തെല്ലാം ചൊല്ലാറ് ഫത്ഹുൽ മദാഇനി വൽ ഖുസൂർ അഥവാ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നു ചൊന്നെങ്കിൽ ലോകത്തുള്ള വലിയ വലിയ റായങ്ങളെല്ലാം ഇസ്ലാമിന്റെ കൈക്ക് വേണ്ടേ, ഇതാണ് അതിന്റെ അർത്ഥം ചൊന്നാർ. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു ആ അർത്ഥം വലിയ ഇഷ്ടമായില്ല. നേരെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് തിരിഞ്ഞു നോക്കിയിട്ട് അയാളെ പറ്റി തർജുമാനുൽ ഖുർആൻ റഈസുൽ മുഫസ്സിരീനാണ്, ഖുർആൻ വ്യാഖ്യാനാക്കിയ ആൾമാരെ നേതാവാണ് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുഞ്ഞപ്പനമോ ഉമർ റളിയല്ലാഹു അൻഹു അയാളെ മുട്ട തിരിഞ്ഞിട്ട് ഖാല ഇബ്നു അബ്ബാസ് മാ തഖൂലു ഫിഹാ, ഇബ്നു അബ്ബാസ് നിങ്ങൾ അഭിപ്രായം എന്തെന്ന് കേട്ടപ്പോൾ അയാൾ ചൊന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സൂചനയാണ് ഈ ആയത്തിലുള്ള. ഇല്ലെങ്കിൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവും. അപ്പൊ ഖുർആൻ ചെന്ന പോലെ ജാഅ നസ്റുല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷത്തെ ദഅവത്ത് കൊണ്ട് അല്ലാഹുവിന്റെ സഹായം വന്ന് വിജയം വന്ന് ഇനി നിങ്ങൾ റെഡിയാവുന്നുണ്ട്. അതിനർത്ഥം ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ജഹീസ് നഫ്സക ലിലിഖാഇല്ലാഹ്, അല്ലാഹുവിനെ കാണുകയും നിങ്ങൾ റെഡിയാവുകയും ചൊല്ല അർത്ഥം ഇതിലെ ഉള്ളതുകൊണ്ട് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുയുടെ സ്വഹീഹ് വേറൊരു വ്യക്തമായ റിപ്പോർട്ട് അതിൽ സുബ്ഹാനല്ലാഹ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താക്കിടും ചെന്നെങ്കിൽ കുറെ സ്വഹാബത്തിൽ ഒരുമിച്ച് കൂട്ടും. അതിൽ വലിയ വലിയ വയസ്സന്മാരായ സ്വഹാബത്തുള്ള ഉമർ റളിയല്ലാഹു അൻഹു എന്താക്കിക്കൊണ്ടിരുന്നു ചെന്നെങ്കിൽ വലിയ വലിയ ഹിരിയ ആൾമാരുടെ മുഷാവറ ആക്കുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചോണ്ടി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അപ്പോൾ എത്ര 15 വർഷം കഴിഞ്ഞിട്ട് അത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വെറും 13 വർഷം മാത്രമാണ് ഞങ്ങളുടെ മക്കളുടെ മൈതാനത്തിൽ കളിക്കണമെങ്കിൽ എത്ര പ്രായം. ഈ 13 വർഷത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലോകത്തെ ഏറ്റവും വലിയ ആലിമാണ്. എത്ര ഹദീസാണ് അയാൾ റിപ്പോർട്ടാക്കിയത്. ചെറിയ കിടാവ് എപ്പോഴും അയാളെ പണിയെന്തിനും തോന്നുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടിയുണ്ട്. ഏതുവരെ തോന്നുന്നെങ്കിൽ ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ ഉമ്മ ഉമ്മുൽ ഫളൽ റളിയല്ലാഹു അൻഹ, അയാളുടെ പെങ്ങളാണ് മൈമൂന റളിയല്ലാഹു അൻഹ. മക്കത്തിലാണ് ഇവരുടെ ഖബറുൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെഞ്ഞായിയാണ്. അപ്പൊ ഇബ്നു അബ്ബാസുകളുടെ കിടാവ് എന്താക്കിക്കൊണ്ടിരുന്നെങ്കിൽ കുയ്മണ മുട്ട പോയിട്ട് ജാവു അങ്ങല്ല അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊരു ഇബാദത്താക്കുന്നു നോക്കണോ ജാവു വറക്കുടിച്ചിട്ട് ഇങ്ങനെ നോക്കി പഠിക്കല്. ഇതാണ് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ സംഭവം വിശാലമാണ്. ഞാനിപ്പോ ആ ഭാഗത്ത് കിടക്കില്ല. അങ്ങനെ അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആർന്നിട്ട് ഇയാൾക്ക് നീ ഫിഖ് പഠിപ്പാട്ടണോ ഖുർആൻ പഠിപ്പാട്ടണോ. ആ ദുആത്തെ ഫലമാണ് 13 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുമ്പോൾ. പക്ഷേ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആലിമാണ്. ഇന്നും ഖുർആൻ വ്യാഖ്യാനാക്കിയ ആൾമാരെ റഈസ് ലീഡർ ആരെന്ന് കേട്ടെങ്കിൽ അത് ഈ ചൊന്ന സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു വലിയ വലിയ സ്വഹാബത്തിനെ ഒട്ടിയെ കേൾക്കുമ്പോ ചെറിയ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് എതിർപ്പാട്ടിക്കൊണ്ടിരുന്നു. ഈ 15 വർഷം കളിയിലെത്തരെ 13 വർഷം കഴിഞ്ഞ പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷം 15. അപ്പൊ ചെറിയ കിടാവിടെ അവിടെ എതിർപ്പാട്ടുമ്പോ വലിയ വലിയ ആൾമാർക്ക് ചിലപ്പോ അങ്ങ് ക്വസ്റ്റ്യൻ ആക്കിക്കൊണ്ടിരുന്നാണ്. ഞങ്ങളുടെ മക്കളല്ല എതിർപ്പാട്ടിലല്ല, നീ എന്തേ ഈ കിടാവിടെ മാത്രം എതിർപ്പാട്ടിലും ചോദിച്ചു ചില ക്വസ്റ്റ്യൻ എല്ലാം വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തിനാണ് ഞാൻ എതിർപ്പാട്ടിൽ അതിന്റെ പ്രാക്ടിക്കൽ നമുക്ക് പഠിപ്പാട്ടി കൊടുക്കണമെന്ന് തോന്നിട്ടു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ചൊല്ല ഈ സൂറത്തിന്റെ അർത്ഥം വയസ്സന്മാരായ ബദറിൽ കൂടിയ വലിയ വലിയ സ്വഹാബത്തോട്ട് കേൾക്കുമ്പോ അങ്ങ് എല്ലാവരും ചൊന്നത് എന്തിനും ചൊന്നെങ്കിൽ അങ്ങ് ചൊന്നത് വേറെ അർത്ഥമാണ്. ഫത്ഹിൻ ചൊന്നെങ്കിൽ കുറെ റായങ്ങ പരിശുദ്ധമായ ഇസ്ലാമോ കണ്ട് അങ്ങനെയുള്ള സഹായം കെട്ടി എങ്ങനെ നിങ്ങൾ തസ്ബീഹ് ചൊല്ലുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ ചെന്നരേൻ.
അപ്പോഴാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ ഭാഗത്ത് തിരിഞ്ഞിട്ട് മാ തഖൂലു ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് നീ എന്ത് ചൊല്ലാറുன்னு കേട്ടു. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുയുടെ മുന്നിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു ലൈസ ഹാദൽ മഅന ഫിൽ ആയ, ഇങ്ങ ചൊന്ന അർത്ഥം അല്ല അതിന്റെ അർത്ഥം. ഞാൻ മനസ്സിലാക്കിയത് ഹാദാ അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്ത് മുട്ടായിരും ചൊല്ലതൊരു അടയാളമാണ്. അതുകൊണ്ട് നിങ്ങൾ തസ്ബീഹ് ചൊല്ലൂ, അല്ലാഹുവിന്റെ മുട്ട അടുക്കോ റെഡിയാവൂ. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം ചൊന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലു വല്ലാഹി മാ അഅലമു മിൻഹാ ഇല്ലാ മാ തഖൂൽ, നിങ്ങൾ ചൊന്ന അതേ വ്യാഖ്യാനം തഫ്സീറാണ് നാമും മനസ്സിലാക്കിയുള്ളൂ. അപ്പൊ ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയാണ് ഇത്രയും വലിയ സ്വഹാബത്ത് വിഷയങ്ങൾ ചൊന്നുകൂടെ അണ്ട് നിങ്ങളെ ഇസ്ലാമും സംശയവും നിൽക്കുക എന്തി നിങ്ങളുടെ പാട്ടാന്ന് കേട്ടെങ്കിൽ ഇതുക്കാണ് ഇത് പാട്ടിയുള്ളത്. ചെറുതല്ല വിഷയം, ഇയാൾ ലോകത്തെ ഏറ്റവും വലിയ ആലിമാണ്. അതുകൊണ്ടാണ് സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ആലിമയുടെ അല്ലാഹു സുബ്ഹാനഹു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാട്ടിയുണ്ടിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാരെ പറ്റി അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ ഇൽമൊന്നും പഠിച്ചിട്ടാവുമ്പോ തങ്ങൾ വഫാത്തായിട്ടല്ലേ ഇനിയിപ്പോ പഠിക്കണോ, അതുകൊണ്ട് വലിയ വലിയ സ്വഹാബത്തുള്ള അങ്ങനെ മുട്ട പോയി പഠിക്കണോ. അപ്പൊ എന്താക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വേറൊരു സ്വഹാബിയുണ്ട്, അയാളെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒട്ടിക്ക് പോയിട്ട് അങ്ങനെ മുട്ട പോയിട്ട് പഠിക്കാം. ഇൽമുൻ ചെന്നെങ്കിൽ അങ്ങനെ അപ്പുറം പണ്ടല്ല, അപ്പുറം പോയിട്ട് പഠിക്കണോ, ഇപ്പുറം പണ്ടില്ലേ. ആ സമയത്താണ് ഇയാൾ തോന്നി ഈ ഒരു സ്വഹാബി ചെറിയ കിടാവിടെ കണ്ടിട്ട് ചോദിച്ചു, ഓ നീ ഇപ്പൊ ഇങ്ങനെയുള്ള പഠിച്ചിട്ട് നിന്റെ മുട്ടല്ല ആൾമാർ പണ്ടാരെന്ന് വിചാരിച്ച അങ്ങനെ ഒരു പലക്കായ ചൊന്നു പോയിക്കവൻ. അയാൾ പോയില്ല. അത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ മൈൻഡാക്കില്ല. അയാൾ ചൊന്ന പലക്ക, കാരണം ഇയാൾ പഠിക്കണമെന്നുള്ള വല്ലാത്തൊരു ആശ ഉണ്ടു, ചെറിയ കിടാവാണ്. പക്ഷെ അയാളെ പ്രോത്സാഹിക്കില്ല. പ്രോത്സാഹിക്കാണ്ട് ചൊന്നു നീയല്ല ഇപ്പൊ പഠിച്ചിട്ട് എവിടെ നിന്നെ കൊണ്ട് ആറ് പണ്ടാറ് ഇങ്ങനെയല്ല ചൊന്നു. അത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാത് കെടുത്തിട്ട് അയാൾ നേരെ ഇതോർത്തൻ അയാൾ പോയിട്ട് വലിയ വലിയ സ്വഹാബത്തുള്ള വലിയ ആലിമാണ് സയ്യിദാണ്. എളാപ്പടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എളാപ്പടെ മോനാണ്, തങ്ങളുമാണ്, വലിയ ബഹുമാനമാണ്. പക്ഷെ ഇൽമുടെ അവിടെ അങ്ങനെയല്ല. ഇൽമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇൽമു ആലിമായ ഇൽമുള്ള ആളെ മൊത്തം പോയിട്ട് അപ്പുറം പഠിക്കുന്നു. അത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിപാടിക്ക് ഇൽമു മൊട്ട കണ്ടില്ല. അൽ ഇൽമു യുദ്ദാ വലാ യഅതി. സയ്യിദുനാ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഇൽമുടെ മുട്ട പോണു, ഇൽമു നിങ്ങളെ മുട്ട കണ്ടില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ മഹാന്റെ ആ റായത്തെ ഏറ്റവും വലിയ സുൽത്താനായ അമീറായ നേതാവായ ആളല്ല ഔത്ത് വിളിക്കല്. അരമനക്ക് വന്നിട്ട് പഠിപ്പാട്ടുമോ, അരമനക്ക് വന്നിട്ട് പഠിപ്പാട്ടുമോ, ഞങ്ങൾ ഔത്തിൽ പഠിപ്പാട്ടും. ബാക്കിയുള്ള ആൾമാർക്കെല്ലാം പള്ളിയിൽ പഠിപ്പാട്ട്, ഞങ്ങൾക്ക് നിങ്ങൾ ഔത്തിൽ വന്നിട്ട് പഠിപ്പാട്ടും. മുട്ട കണ്ടില്ല, ഇൽമുടെ മുട്ട പോയിട്ട് അപ്പുറം പഠിക്കുന്നുണ്ടാണ് സയ്യിദുനാ ഇമാം അൽ ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പഠിപ്പാട്ടുള്ളതാണ്. അവർ അതിൽ പണിയെടുക്കുന്നു, അധ്വാനിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാർ ഔത്ത് ഇങ്ങനെ നല്ല നട്ടുവച്ചുള്ള സമയത്ത് ഇങ്ങനെ പോയിട്ട് എന്താക്കുന്നത് ഔത്ത് വായിൽ ബന്ധാക്കിയിരിക്കരുത്, പുറത്തിങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പൊ ഈ ദൂരെല്ലാം വാരിട്ട് മറുഭൂമിയിൽ ദൂർ വാരിട്ട് ഇങ്ങനെ ഒരു മുഷിഞ്ഞിട്ടിക്കട് ഈ കിടാവും. അപ്പൊ സ്വഹാബി 10 വന്ന് നോക്കുമ്പോ ഈ നോട്ടാണ് കാണേണ്ടത്. ബേജാറവിടെ നീന്തി വന്നാൽ ഞാൻ പറത്തല്ലേ ഇതും. അപ്പൊ ചൊല്ല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് ഇൽമാണ്, ഇത് നിങ്ങളെ മുട്ട വന്നിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ അയാൾ വലിയ ഖുശിയാവും. അയാൾ കുറെ വിഷയങ്ങൾ ചൊന്നുകൊടുക്കും. അങ്ങനെ പഠിച്ച ഇൽമാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ മദ്രസ ഉണ്ട്, കോളേജ് ഉണ്ട്, എന്തും ഇല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓരോ സ്വഹാബിമാർ ഔത്തിൽ ഇങ്ങനെ പോയിട്ട് അങ്ങനെ ഔത്തിലെ ജാലിൽ തെച്ചിട്ട് അങ്ങനെ കാത്ത് തെച്ചിട്ട് പഠിച്ച ഇൽമാണ് ഇന്നും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ പോലത്തെ ആലിമിയുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് വേറെ കാണാൻ സാധ്യയില്ല. അപ്പൊ അതുകൊണ്ട് സൂറത്തുൽ ഫത്ഹിന്റെ സൂറത്തുൽ നസ്റിന്റെ വ്യാഖ്യാനം ഇതാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അതോടൊപ്പം നമുക്ക് നെനപ്പാവണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊന്ന തഫ്സീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന വഫാത്താവോടു. അതെങ്ങനെയാണ് ഈ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കി അത് ഇബ്നുൽ ഖയ്യിം അയാളെ കിതാബിൽ വിശദീകരിക്കരുത്. അതെങ്ങനെയാണ് ചൊന്നെങ്കിൽ, ഒന്നാമത് സാധാരണ എല്ലാ കർമ്മങ്ങൾ പ്രവർത്തനങ്ങളുടെ ലാസ്റ്റിൽ ഇസ്തിഗ്ഫാറാക്കണം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലണം. ഇപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ, അതായത് ഒരു കർമ്മം തീർന്ന ഉടനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലിട്ട് 3 വട്ടം നിങ്ങൾ ചൊല്ലാം. അപ്പൊ ഒരു അമൽ തീർന്ന ഉടനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലണം. രണ്ടാമത് ഒരു മനുഷ്യൻ ബാത്റൂമിൽ കക്കൂസിലെ ഭർത്ത് വന്നാൻ വിചാരിക്കാം, വന്ന ഉടനെ എടുത്ത കാൽ വെച്ചിട്ട് ഭർത്ത് വന്നപ്പോ ഉടനെ ചൊല്ലണായ ദിക്റാണ് അവിടെയും മാപ്പാണ് കേട്ടോണ്ടുള്ളത്. ഇസ്തിഗ്ഫാർ കേട്ടോണ്ടുള്ളൂ, നിന്റെ ഒട്ടിയെ ഞാൻ മാപ്പ് കേട്ടോണ്ടുള്ളേ.
അതുപോലെ എവിടെയും അങ്ങനെ ഒരു മജ്ലിസ് തീരുമ്പോ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് അങ്ങനെ ചൊല്ലാം. അതുപോലെ അറഫ നാളിൽ അറഫത്തിൽ നിന്നിട്ട് അറഫ തീരുമ്പോ പരിശുദ്ധ ഖുർആൻ ചൊന്നത് സുമ്മ അഫീദു മിൻ ഹൈസു അഫാദൻ നാസ് വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അറഫ തീനൽ പിന്നെ ആക്കണ പണിയെന്തിന് കൊണ്ടെടുക്കുന്നതല്ല, പിന്നെ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ കേൾക്കോ. അപ്പൊ ഇവിടെ ഈ 4 അമൽ ഞാൻ ചോദിച്ചു. 4 അമൽ കഴിഞ്ഞ ഉടനെ ഏത് അമലും സൽക്കർമ്മങ്ങൾ തീന ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് അലീം തോന്നുന്നു അള്ളാഹുവിനോട് ചോദിച്ചു പഠിച്ചോനെ നീ പുറത്തു തരണം, കാരണം ഈ സമ്പൂർണ്ണം ദ്വായിക്കാതെ അതുകൊണ്ട് നീ മാഫാക്കോളൂ. ഇങ്ങനെയുള്ള പഠിച്ചോണ്ടിയത് വാർക്ക കക്കൂസറവിടെ പോയിട്ട് പുറത്തു വരണോ മാഫിയിട്ട് എന്ത് ചെയ്യുന്നെങ്കിൽ ഐക്കുമി മാമിയങ്ങൾ ചെന്നാൽ എല്ലാ സമയത്തും പഠിച്ചോണ്ട് ഓർമ്മ വന്നോട്ടേ വേണ്ടു ദിക്ർ നാവൽ പറഞ്ഞോ അവിടെ പോയിട്ട് രക്ഷിക്കാൻ ചൊല്ലുക ആയില്ലല്ലേ. അതുകൊണ്ട് ആ സമയം അത്ര നല്ല വീട്ടല്ല ഖുർആൻ നിന്റെ ഒട്ടിക്ക് ഞാൻ മാപ്പ് കേട്ടോളൂല്ല ഇങ്ങനെ ദിക്ർ. അപ്പൊ ഏത് നല്ല കർമ്മത്തെ ലാസ്റ്റ് ഇസ്തിഗ്ഫാർ ചെല്ലണല്ലേ. അതുകൊണ്ട് കൂടെ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر. നിങ്ങൾ മാപ്പ് കേൾക്കോളും ചെന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്ത് സമ്പൂർണ്ണമായിട്ടും ചൊല്ലുന്ന ഒരു അടയാളമാണ്. ഇനി നിങ്ങൾ ഇസ്തിഗ്ഫാർ കേൾക്കൂ, നിങ്ങളെ അമൽ തീർത്ത് നിങ്ങൾ റെഡിയാവൂ. ഇതാണ് ഈ ചെറിയ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്തിൽ നിന്ന് വിഷയം മനസ്സിലാക്കിക്കൊണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിനെ പറ്റി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ചൊല്ലുന്നു. അപ്പൊ ഇത് മുട്ടത്തെ വിഷയമാണ്. ഹജ്ജത്തുൽ വദാ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചൊന്നല്ല വെറും 2 തിങ്കൾ മാത്രമേ ഉള്ളൂ. അതിനിടക്ക് നടക്കുന്ന എനിക്കെത്ത സംഭവമാണ് ഇത്. ഒന്നും ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെമ്മനാൽ ദുനിയാവിലില്ല വഫാത്താവുന്നു ചൊല്ലുന്നതിന് ഒരു അടയാളം അതാണ്. രണ്ടാമത്തെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുക്ക് മുന്നേ സംഭവിച്ച അടയാളമാണ്. എല്ലാ വർഷത്തിലും ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഓർക്കാണ് ഓതി കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. അഥവാ ഖുർആൻ കൊമ്പെന്ന് കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പൊ എല്ലാ വർഷം റമളാനിൽ എന്താക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തോടെ ഇറങ്ങിയ എല്ലാ ഖുർആന്റെ ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിക്കരുത്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം നല്ല വെക്കരുത്. പക്ഷേ വഫാത്തായത്തെ വർഷം ഉണ്ടല്ലേ ഇപ്പൊ റമളാൻ കഴിഞ്ഞിട്ട് ആ റമളാൻ കഴിഞ്ഞ ദുൽഹിജ്ജ മുഹറം സഫർ റബീഉൽ അവ്വൽ ഈ റബീഉൽ അവ്വലിന്റെ മുന്നത്തെ റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 വട്ടം അങ്ങനെ ആക്കിയിട്ടുണ്ട്. 2 വട്ടമാണ് പരിശുദ്ധ ഖുർആൻ ചൊല്ലുന്നത്. 2 വട്ടം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിർദ്ദേശിച്ചിട്ട് ഖുർആൻ സമ്പൂർണ്ണമായിട്ടും അത് എങ്ങനെയാണോ ഇറങ്ങിയത് അതുപോലെ പരസ്പരം ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലുകൊള്ളു. അപ്പൊ ഇതിൽ നിന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയാൽ ഇതെന്ത് 2 വർഷം എല്ലാ വർഷവും ഓർക്കല്ല, ഈ വർഷത്തെ 2 വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കി. അതുകൊണ്ട് മനസ്സിലായിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി ചെമ്മനാൾ ഞങ്ങളെ മുട്ട ഇക്കില്ല രണ്ടാമത്തെ സൂചന. മൂന്നാമത് സ്വഹാബത്ത് ചൊല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാന്റെ എല്ലാ റമളാനിലും 10 നാളാണ് ഇഅ്തികാഫ് വെച്ചുകൊണ്ടിരുന്നത്. വഫാത്താവുടൻകെത്ത ആ റമളാനിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 നാളാണ് ഇഅ്തികാഫ് വെക്കുന്നത്. അപ്പൊ എല്ലാ അമൽ യാറാവോടും ഇതിൽ നിന്ന് കുറെ സൂചനകളെല്ലാം പഠിക്കും. 3 വിഷയം ഞാൻ ചൊന്നെ. ഖുർആൻ 2 വട്ടം ഓതി കേൾപ്പിച്ചിട്ട് അമലിലൊട്ടി ഇൻട്രസ്റ്റ് യാറാണ്. അതുപോലെ കൂടെ എന്താക്കിത്തും ചെന്നെങ്കിൽ 20 നാൾ ഇഅ്തികാഫ് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തത് വെറും ഇഅ്തികാഫ് മാത്രമല്ല, എല്ലാം ഖുർആൻ ഓതാവട്ട് അല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ഇബാദത്തും യാറായിട്ട് സദഖ കൊടുക്കൽ യാറായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊതുവെ ചൊന്നോണ്ടിനെ റമളാൻ വന്നെങ്കിൽ കച്ചകട്ടി ഇറങ്ങിടും. അത് പ്രയോഗം ചൊന്നെങ്കിൽ അത് എല്ലാം വിട്ടിട്ട് റെഡിയായിട്ട് ഇറങ്ങിയമേ അത് തീർത്തിട്ടേ ഞാൻ പണ്ടേ ചൊല്ലും പോലെ ഒരു അധ്വാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ മരണത്തൊട്ടി മുട്ടാവോടും വയസ്സാവോടും ചൊല്ലുമ്പോ എന്താക്കണോ കൂടെ മഹാന്മാർ വിശദീകരിക്കാറ് അമലുകൾ ഇങ്ങനെ ജാസ്തിയാവണോ. ചിലപ്പോൾ നന്റെയും കബറിന്റെയും ഇടയിൽ കുറച്ച് സെക്കൻഡുകൾ മാത്രമായിട്ട് ഇരിക്കേ. അതുകൊണ്ട് എത്ര കണ്ട് അമൽ യാറാക്കോളോടെ അത്ര കണ്ട് നാണാക്കടെ 4 ചൊന്നിട്ട് അമൽ വെക്കോയില്ലേ. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഈ ഉഗ്രത് വേലാസ സുന്നത്താണ്, വിന്യാസരന്റെ സുബൈക്ക് സുന്നത്താണ്. സുഫിയാൻ റളിയല്ലാഹു അൻഹു വേലാസരന്റെ എടുത്തോണ്ടിട്ട് അപ്പൊ ആൾമാർ ക്വസ്റ്റ്യൻ കേൾക്കാറ് 4 എടുക്കല്ലേ നീ എന്ത് ഇത്ര അർജന്റ് ഉഗ്രേ. അപ്പൊ അയാളെ മറുപടി ആ സുന്നത്തു ലാ തുഅഖർ, ഈ സുന്നത്ത് വിധിക്കപ്പെടുകയുള്ളതല്ല, കിട്ടിയ ചാൻസ് അവിടെ എടുത്തോണ്ട്. കാരണം നാളെ സമയമാകുമ്പോൾ ഞാൻ ഇല്ലെങ്കിൽ ഈ സുന്നത്ത് വൈത്തൽ സുന്നത്ത് കൊണ്ടുള്ള അമല ആവേശം നോക്കൂ. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ലോകത്ത് അറിയപ്പെട്ട എല്ലാ അർത്ഥത്തിലും നിറഞ്ഞ വലിയ ആലിമാണ്, വലിയ മഹാനാണ്. അപ്പൊ അയാൾ ചൊല്ലേ ഫർദിന്റെ വിഷയമല്ല സുന്നത്ത് ബിന്ദിക്കൂ തീരല്ലേ
ഇണ്ട് നാൻ വിട്ട് മരിച്ചുപോയെങ്കിൽ ഈ ഉപരക്കിടെ എന്നുള്ള സുന്നത്ത് നമുക്ക് നഷ്ടമായില്ല എന്നാണ് അങ്ങനെ ചിന്ത. അപ്പൊ അതുകൊണ്ട് ഒരാൾ എപ്പോഴും അമൽ ജാസ്തിയാക്കണോ, പക്ഷെ നന്റെ ആയുസ് കവറിന് മുട്ട എത്തുന്നു ചൊല്ലുമ്പോ പിന്നെ അവിടെ സമസ്യരിക്കോതിര പ്രശ്നങ്ങൾ പ്രയാസത്തിൽ എന്തുക്കോതിര ഞങ്ങളെ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ഉലമാവരെ ആലിമീങ്ങളെ സ്വാലിഹീങ്ങളെല്ലാം ഞങ്ങളെ സ്വറാഹ അവിടെ ചൊല്ലു സുബ്ഹാനല്ലാഹ് ഇയാൾ വിശദീകരിക്കുന്നത് ഒരിക്കലും അങ്ങനെ ആയി പോകണോ തീര. വയസ്സാവുമ്പോ അമലുകൾ യാറാക്കണോ, നല്ല അമലുകൾ പഠിച്ചോളൂ ഇങ്ങനെ യാറാക്ക, അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, മൊബൈൽ ഒത്തുതൊട്ട് വിട്ടുനിൽക്കുക, അതുപോലെ അങ്ങടി വായിന്റെ തെറ്റിട്ട് എന്തെല്ലോ മീറ്റിംഗ് ആക്കുന്നത് തൊട്ട് വിട്ടുനിൽക്കുക. എത്രമാന്മാരെ പലപ്പോഴും കണ്ട് വയസ്സായെങ്കിൽ പ്രത്യേകം വായിൽ പടായി വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം ചൊന്നുകൊണ്ടിരിക്കുന്നത്. അനാവശ്യങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ ഒരു മനുഷ്യന് നന്നാവും സാധ്യതയില്ല, ബച്ചാവാവും സാധ്യമേ ഇല്ല. മാത്രമല്ല ഒരു മനുഷ്യരെ താടിയും തലടിയും മുടി ഇങ്ങനെ പൽക്കു സുഖിത്തും ചൊന്നെങ്കിൽ ഇത് അസ്രായിൽ അലൈഹിസ്സലാം പണ്ടിൽ ചൊല്ലതിന് അടയാളാണ്. താടി പൽക്കത്ത് തല പൽക്കത്ത് അല്ലാത്ത ആൾമാരെയും അസ്രായിൽ അലൈഹിസ്സലാം ആരെയും പിടിക്കരുത്, എന്നാലും ചൊന്നുകൊണ്ടുള്ള ഒരു മനുഷ്യർക്ക് ഇത് പത്തിൽ ചൊല്ലതിന് അടയാളാണ്. ചില നബിമാരെല്ലാം വന്നിട്ട് റൂഹ് പിടിക്കുമ്പോൾ കേൾക്കിടാറ് എന്തൊരു അടയാളം കടത്തിയിട്ടില്ല. നിങ്ങൾ താടി നോക്കൂ, തല നോക്കൂ, പണ്ടെങ്ങനെ ഇന്നറിഞ്ഞ ഇപ്പൊ നീ എങ്ങനെ ഉള്ളാകും. യാ റബ്ബി, ഇത് ഏറ്റവും വലിയ അടയാളമാണ്, ഇത് നദീറാണ്. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ ബുർദത്ത് തുടക്കത്തിൽ ഈ വിഷയം ചൊല്ലു, നിന്റെ തലയുടെ മുടി വളർത്തിട്ട് താടിയെല്ലാം വളർത്തുകൊണ്ടുണ്ടോ, ഇത് ഏറ്റവും വലിയ അടയാളമാണ്, മനുഷ്യൻ മരിക്കാനുള്ള അടയാളമാണ്, ശാശ്വതമായി ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് വയസ്സ് കൂടുമ്പോ താടിയെയും തലയുടെയും മുടി വളർത്തുമ്പോ എന്തുകൊണ്ടും മനുഷ്യൻ അമലുകൾ ജാസ്തിയാക്കണോ, നിരന്തരമാക്കണോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തെ ലാസ്റ്റ് അമലിലൊട്ടിയ എക്സ്ട്രാ ഇൻട്രസ്റ്റ് യാറാക്കിയിട്ട് എല്ലാ വർഷം 10 നാൾ ഇഅ്തികാഫ് എടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമദാൻ അവസാനത്തെ വർഷത്തിൽ 2 വട്ടം ഇഅ്തികാഫ് വെച്ചിട്ട്. അതുപോലെ 5ാമത്തെ അടയാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയുസ് മുട്ടായിരം ചൊല്ലതിന് അടയാളം എന്തിരെ ഹജ്ജത്തുൽ വദാ അഥവാ അവസാനത്തെ ഹജ്ജ് നടത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നിലേറെ വട്ടം പ്രസംഗിച്ചിട്ടുണ്ട്. കുറെ വട്ടം മുണ്ടിയൊണ്ടുണ്ടോ പ്രസംഗിച്ചുകൊണ്ടുണ്ടോ. ഹജ്ജത്തുൽ വദാഇൽ ചൊല്ലു, മിനത്തിൽ ചൊല്ലു, മദീനത്ത് ബണ്ടങ്കത്തെ തെർലു ചൊല്ലു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നിട്ട് എന്ത് ചൊല്ലുന്നുണ്ട്, ഖുദു അന്നി മനാസികകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിജ്റ പോയി പിന്നെ ഒരേ ഹജ്ജാണ് നടത്തിയത്. ആ ഹജ്ജിൽ ലാസ്റ്റ് അപ്പപ്പ ചൊല്ലെ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുള്ളൂ. ഖുദു അന്നി മനാസികകും വെറും ചൊല്ലുകൊടുക്കുക മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ട് കാട്ടിക്കൊടുക്കുക. എങ്ങനെ ഹജ്ജാക്കണു, എങ്ങനെ സഅയാക്കണു, അതുപോലെ എങ്ങനെ അറഫത്തിൽ നിൽക്കണു, മിനത്തിൽ എങ്ങനെ, കല്ലറിൽ എങ്ങനെ, ഇതെല്ലാം തന്നെ കണ്ടിട്ട് ചന്ത പഠിക്കുന്നു. ഖുദു അന്നി മനാസികകും, നിങ്ങളെ ഹജ്ജ് ഉംറത്തെ കർമ്മങ്ങളെ കാര്യങ്ങളെ നന്റെ കണ്ടിട്ട് ചന്ത പഠിക്കുക. അപ്പപ്പ ചൊന്നോണ്ടിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് സ്വഹാബത്തിൽ പിന്നെ മനസ്സിലാവുള്ളൂ ഇത് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇങ്ങനെ ചൊന്നരെ. ഇനി ഞാൻ പണ്ട വർഷ ഇക്കാല ഫഇന്നി ലാ അദ്രി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ വർഷത്തിൽ പിന്നെ പണ്ട വർഷ ഞാൻ ഇക്കുവേ ചൊല്ലുവാവില്ല, എനിക്ക് ഗുണത്തില്ല, ഞാൻ അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിക്കൂ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു റിപ്പോർട്ടിൽ ലിതഖുദു അന്നി മനാസികകും ലഅല്ലി ലാ അദ്രി ലാ അഹുജ്ജു ബഅദ ഹജ്ജതി ഹാദിഹി, നന്റെ ഈ ഹജ്ജിൽ പിന്നെ ഇനിയൊരു ഹജ്ജാക്കൂ ഞാൻ ഇക്കുവേ ചൊല്ലുവാവില്ല പണ്ട വർഷ. അഥവാ അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈക്രാൻ സ്പഷ്ടമായിട്ട് സ്വഹാബത്തിന് ചോദിക്കാൻ ബേജാറാവും. അപ്പൊ ചൊന്നുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇക്കാല അതുകൊണ്ട് നിങ്ങൾ പഠിക്കുറവുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ പലക്കത്ത് നിന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയാൽ ഇത് അപ്പപ്പ ചൊന്നുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്നു ചൊല്ലുന്നതിന്റെ സൂചനയാണ്. 6ാമത്തെ സൂചന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാ കഴിഞ്ഞിട്ട് മദീനത്ത് വന്നിട്ട് ഒരു നാൾ ജാവു നേരെ ഉഹുദ് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പപ്പോ ഉഹുദ് പോയോണ്ടിരിക്കും. ശനിയാസറുണ്ട് കുബാത്തിൽ നടന്നുകൊണ്ടിരിക്കും. അതുപോലെ ഉഹുദ് ശുഹദാക്കളെ സന്ദർശനാക്കിക്കൊണ്ടിരിക്കും ഇടക്കിടക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വട്ടം പോയത് അതൊരു സ്പെഷ്യൽ യാത്ര പോലെ. ഉഹുദ് ആൾമാർക്ക് ഒരു യാത്ര ചൊന്ന് വരും പോലെ. ഉഹുദ് എന്തി അപ്പപ്പ പോകേണ്ടതെന്ന് ചൊന്നെങ്കിൽ അവിടെ എല്ലാ ആൾമാർ ഷഹീദായിട്ടുള്ള ഉഹുദ്. ആ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായക്കത്തെ എല്ലാ ആൾമാരുടെ ചരിത്രങ്ങൾ അത്ഭുതമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുണ്ട്, ഞാൻ സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു വബിഹംസത്തുൽ കറാർ അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാ. അസദുൽ ഇലാഹ് എന്നുള്ള പേരാണ് അയാൾ. അസദ് സിംഹമാണ് അയാൾ. ശുഹദാക്കളുടെ നേതാവാണ്. എത്രമോ ആൾമാരായി പിന്നെ ശുഹദായിലാണ്
മുന്നോട്ടുമായിട്ടിക്കുവാറ്. പക്ഷേ സയ്യിദു ശുഹദാ ആരുടെ കേട്ടെങ്കിൽ സയ്യിദുനാ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു ആണ്. അയാളെ വിളിച്ചിട്ട് വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാശിഫുൽ കുർബാത്ത് ഒന്നുകൊണ്ട് എല്ലാ സമസ്യരെ ഓപ്പൺ ആക്കണമെങ്കിൽ താളായിട്ടിന്നാറ് നീങ്ങ. അഥവാ ഹംസ റളിയല്ലാഹു അൻഹു ಎಂದು പേടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ റെഡിയാണ്, എളപ്പയാണ്. ಎಲ್ಲത്തും എടത്ത് വലത്ത് നിന്നോട്ടിന്നെങ്കിൽ താളാണ് സയ്യിദുനാ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷഹീദായിട്ട് ഷഹീദായത് അയാളത്ര സുലാവത്തിൽ ശത്രുക്കൾ കൊടുല്ല. അങ്ങനെ എന്താക്കിയാറെന്ന് ചൊന്നെങ്കിൽ ശരീരത്തെ ഇങ്ങനെ പീസാക്കിയാറ്, വയറിനെ ഓപ്പൺ ആക്കിയിട്ട് ഉള്ളതെല്ലാം എടുത്തിട്ട് പീസാക്കിയാറ്. ഹിന്ദു ചൊല്ല പെണ്ണ് വന്നിട്ട് അതിനെ കടിച്ചാൽ കരളിടെ ഇങ്ങനെ കടിച്ചിട്ട് വലിച്ചാൽ വഹ്ശിയാണ് കൊന്നത്. ഇങ്ങനെ എന്തെല്ലാം ആക്കിയിരുന്നാൽ അത്രയും ബേജാറായി. അതുകൊണ്ട് പിൽക്കാലത്ത് ഈ വഹ്ശി ചൊല്ലാൽ ഇസ്ലാമും ഉണ്ട്, ഹിന്ദുവും ഇസ്ലാമും ഉണ്ട്. അങ്ങനെയും ഇസ്ലാമും സ്വീകരിച്ചിട്ട് പക്ഷേ ഉഹുദ് രണാങ്കണത്തിൽ സഹാബത്തിൽ ബേജാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നല്ല ഈ രംഗം കണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലെന്തായിരിക്കും. അവിടെയാണ് സഹാബത്ത് വിശദീകരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ ബേജാറായ ഉൾപ്പെട്ട ഒരു രംഗം നമുക്ക് കൊടുത്തില്ല. സ്വന്തം പ്രിയപ്പെട്ട എളാപ്പ ഹംസ റളിയല്ലാഹു അൻഹു മയ്യിത്ത് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര ബേജാറായിട്ട് ഭയങ്കര ഉൾപ്പെട്ടു. അപ്പൊ ആ ഹംസ റളിയല്ലാഹു അൻഹു എന്തിനു ഷഹീദായെന്ന് കേട്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേനായിട്ടാണ് ഷഹീദായത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാ ആൾമാർ ഷഹീദായാലും ചൊന്നാറല്ലേ അവിടെ എല്ലാം ഞങ്ങൾ ഉഹുദിനെ പറ്റി അധ്യയനാക്കുമ്പോൾ നമുക്ക് ഉഹുദിനെ പറ്റി ചെറുപ്പം മനസ്സിലൂടെ സമയമില്ലാത്തത് ഉഹുദ് നീണ്ട അധ്യായം. സ്നേഹം ഞങ്ങൾ പഠിക്കണമെങ്കിൽ ഉഹുദ് പഠിക്കണം. ഉഹുദ് നിർബന്ധമായും പഠിച്ചേ തീരും. കാരണം സ്നേഹം കൊണ്ട് ശരീരം സമർപ്പിച്ചാൽ എല്ലാ ആൾമാർ ഷഹീദായ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ നേതൃത്വത്തിൽ ഉഹുദ് പർവ്വതത്തെ മുട്ടുള്ള ചെറിയ പർവ്വതമുണ്ടല്ലേ ജബൽ റുമാ, അതിന്റെ മേലിൽ 50 ആൾമാരെ നിപ്പാട്ടിയിട്ട് അതിന്റെ നേതാവാണ് അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. ചൊന്തു നിങ്ങൾ ഒരു പണ്ട് കുത്തിയാണ് അമ്പെത്തുകാരാണ്. എന്ത് ഈ ശത്രുക്കൾ ബാക്കിൽ പണ്ടാറാണ് നോക്കുന്നു. അങ്ങനെ അവിടെ നിപ്പാട്ടി ഭയങ്കരമായ യുദ്ധ സെറ്റിംഗ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അപ്പൊ എന്റെ തോന്നുന്നത് ആദ്യഘട്ടത്തിൽ ശത്രുക്കൾ ഓടിയാറ്. ഇത് കണ്ടാറ് ഈ മേൽ നിന്നെങ്കിൽ 50 ആൾമാർ അങ്ങനെ ചൊന്നു ഞാൻ ചൊല്ലാണ്ട് ഇനി ഒരു തീരാ നിങ്ങൾ പുറത്ത് കീഴ് ബറുകേ തീരാൻ ചൊന്നുള്ളൂ. ഇത് കണ്ടപ്പോ വലിയ ആൾമാരല്ലോ ഭർത്തായ അങ്ങനെ ചൊന്നാറ്. എന്തിനു ചൊന്നെങ്കിൽ ഏതായാലും യുദ്ധം ജയിച്ചിട്ട് ശത്രുക്കൾ ഓടിക്കൊണ്ടുള്ളാറ്, ഗനീമത്ത് സ്വന്തം ഓടിയാക്കിക്കൊണ്ടുള്ളാറ് ഞങ്ങൾ പോവാണ്. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഉഹുദ് പോകുമ്പോൾ അയാൾ പോകും ജബൽ റുമാത്തിൽ ധീരനായി ഉറച്ചിരുന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. എന്തായാലും എന്റെ പോതിര കൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചൊന്നത് യുദ്ധത്തിൽ ജയിച്ചെന്ന് പറഞ്ഞ. പക്ഷെ ഈ സ്വഹാബത്തിലെ ഇജ്തിഹാദാണ്. നിങ്ങൾക്ക് തപ്പും ചൊല്ലുള്ള ഇങ്ങനെ വലിയ മഹാന്മാരാണ്. പക്ഷെ അങ്ങ് വിചാരിച്ചത് യുദ്ധമല്ല ജയിച്ചിട്ടല്ല എനിക്കൊന്നുമില്ല. പക്ഷെ അതല്ല, നേതാവിന്റെ പഴക്കമേ പോകണ്ടെന്ന് പോകണ്ട. അങ്ങനെ എല്ലാവരും പോയാ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു കുറച്ചവിടെ എടുത്ത് കുറച്ച് ആൾമാർ മാത്രം ഖാലിദ് ഇബ്നുൽ വലീദ് അടക്കമുള്ള ആൾമാർ വന്നാറ് ഇങ്ങളെ കൊന്നാറ്. അവിടെ ഉള്ള എല്ലാവരും ഷഹീദായി പോയാ. അങ്ങനെ തന്നെ ഓടുക പോകുമ്പോൾ വായിച്ചുകൊണ്ടുള്ള അങ്ങനെ ചെമ്മ ആൾമാർ ലാസ്റ്റിൽ എല്ലാവരും പിടിക്കണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് വന്നിട്ട് പിടിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നെങ്കിൽ തീർത്തിൽ ഞാൻ കൊണ്ടുള്ളൂ ചെന്നു ആക്കുക ആവില്ല. അവസാനം സ്വഹാബത്തെല്ലാം അപ്പുറയിപ്പുറ ഓടിയപ്പോ അപ്പുറയിപ്പുറ ആയപ്പ ശത്രുക്കൾ നേരെ വന്നാറ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ കേക്കിട് ഇങ്ങളെ നന്റെ തൊട്ട് തടയിലാൽ മാറാറാണ്. ഏകദേശം 12ഓളം സ്വഹാബത്തോടെ കൂടാറ്. അങ്ങ് കൂടിയിട്ടാക്കിയ പണി എന്താണ്? സ്നേഹം ചൊന്നെങ്കിൽ അതാണ് പ്രിയപ്പെട്ട സഹോദരൻ ചെന്നൽ പ്രേമ സ്നേഹാൻ ഞങ്ങൾ ചൊല്ല ഞങ്ങൾക്ക് എത്ര എന്താക്കൂടെ ഞങ്ങളുടെ നസീബത്ത് അല്ലാഹു ഞങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. നല്ല മഹബ്ബത്ത് അല്ലാഹു ഞങ്ങളുടെ ഖൽബിൽ ഇട്ട് തരുമാറാവട്ടെ. സ്നേഹം ചൊല്ലുമ്പോൾ സ്നേഹത്തെ അടയാളം എന്തിനെ ഞങ്ങൾ കേട്ടെങ്കിൽ ഞങ്ങൾ മൗലിദാക്കാൻ ചൊല്ല, ഞങ്ങൾ ജാഥ പോകാൻ ചൊല്ല, ഞങ്ങൾ മിഠായി കൊടുക്കുക. അതെല്ലാം അടയാളങ്ങളല്ലേ, ചെറിയ അടയാളങ്ങൾ. പക്ഷെ ഇനിയും അതിനപ്പുറത്ത് അന്തത്തിൽ എത്തുവോ സാധ്യമാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പ്രേമ സ്നേഹം ചൊന്നെങ്കിൽ അത് അത്ഭുതമാണ്. ശരീരത്തെ സാധിക്കോ സാധ്യമാണ്. പെഞ്ഞായി റൊട്ടിയെ മാപ്പിളയുടെ സ്നേഹം ചൊല്ല, മാപ്പിളയുടെ പെഞ്ഞായി റൊട്ടിയുടെ സ്നേഹമാണ്. എന്ത് സ്നേഹമാണത്? അത് ചിലപ്പോൾ സൗകര്യങ്ങളെ കൊണ്ടുള്ള സ്നേഹമായിട്ടിരിക്കും. യഥാർത്ഥത്തിലുള്ള പ്രേമം വിഷയം വരുമ്പോൾ അത് മനസ്സിലാവും. പെഞ്ഞായി എല്ലാം നിങ്ങൾ പണിചായ കൊടുത്തുകൊണ്ടുള്ള വിവരിക്കാം. അതേസമയത്ത് നിങ്ങൾ 12,000 ആക്കിയാറുണ്ട് അതിന്റെ സ്നേഹം വെളിച്ചത്തുകളോടെ. അതുപോലെ വേറെന്തോ വിഷയത്തിൽ സംസാരമായിട്ട് സ്നേഹം വെളിച്ചത്തുകൊണ്ട് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹമാണ്. മാപ്പിള പെഞ്ഞായിയുടെ സ്നേഹിക്കുന്നത് അങ്ങനെ, പെഞ്ഞായി മാപ്പിളയുടെ സ്നേഹിക്കുന്നത് അങ്ങനെ, ദുനിയാവുടെ സ്നേഹങ്ങളാണ്. പക്ഷെ ഞങ്ങൾ അതിന്റെ ബാക്കിൽ പോയാൽ ഞങ്ങൾക്ക് അതല്ലാത്ത വേറെ വിഷയമേ ഇല്ല. അധ്വാനിച്ച് മരിക്കണമെന്നുള്ള കുറിച്ചേ ഇല്ല, തീരുകയില്ല, നിന്റെ വിധി തീരുകയേ ഇല്ല. എന്തിനു വേനായിട്ട്? ഈ ചൊന്ന സ്നേഹത്തിന് വേനായിട്ട്
சீக்கு வந்தன் கைவிடுறதுக்கு தாழ்வுவேனாயிட்டு அது ஆறு பெண்ணாயிடம் தூரண்டா மாப்பிள்ளையிடம் தூரண்டா துனியாவோட விஷயம் எங்கனையான் துனியாவோட எல்லா மகப்பத்தும் അങ്ങനെയാണ് നന്റെ അങ്ങനത്തെ ഫ്രണ്ട് ഇങ്ങനത്തെ ഫ്രണ്ട് എന്തെല്ലാം ചെന്നാലോ ഫ്രണ്ട് ചെന്ന പോലെ മീനാക്കടെ അതെല്ലാം വെറുതെ കാണും ഒരു ടൈം വരുമ്പോ ആ ഫ്രണ്ടും വേണ്ട ആരും വേണ്ട ദുനിയാവുടെ മഹബത്തല്ല ഇത്രയാണ് യഥാർത്ഥത്തിലുള്ള പ്രേമം എന്താണ് ധാരാളം ചൊല്ലേ അടിമത്വമാണ് പ്രേമത്തിൽ സ്നേഹത്തിൽ നാണെന്ന് ഉള്ളുവേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടിട്ട് നമുക്ക് ഒരു സെക്കൻഡും മുന്നൽ അപ്പുറം ഇപ്പുറം നിൽക്കൂ സാധ്യമേ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രേമാണ് ഒരു സംഭവം ഒരാൾ ഒരു കഥ ഒരു ബ്രാഹ്മണനായ ഒരാൾ താന്ന ജാതിയിലെ ഒരു പെണ്ണിനെ മങ്ങിലേക്ക് പ്രേമിച്ചിട്ടാണ് മങ്ങിലാവുക പ്രേമിച്ചിട്ട് ലാസ്റ്റ് മങ്ങിലായ ഇത് റായക്കാൻ കൊണ്ടേക്ക് ബ്രാഹ്മണനായ ആള് താന്ന ജാതിയിലെ മങ്ങിലായങ്കാവാം അതുകൊണ്ട് എന്താക്കടേ അതുകൊണ്ട് ഓന്റെ തൊഴില്ല തൊഴിലായിരുന്നു നീ പെണ്ണെ നീ എന്തി പ്രേമിക്കുക വന്നേ അങ്ങനത്തെ ശിക്ഷ ഈ പെണ്ണർ കൈകാൽ കൊട്ടിട്ട് എവിടെമോ കൊണ്ടുപോയിട്ട് കാട് കിട്ടാറുള്ളൂ ആ സമയത്ത് ഓണവും പ്രേമവും ഉണ്ടല്ലോ ഓണി ഇങ്ങനെ പോയ വന്നാൽ നോക്കുക പോയ അവളെ കൈക്കാലെല്ലാം പീസാക്കി പോന്നിട്ടുള്ള തേട് പോകുമ്പോ അവള് ചൊന്നെങ്കിൽ പലക്കോണ്ടു അല്ല നീ എന്തി വന്നാൽ നീ എന്തി വന്നു ഇത്രയും ദൂരെയുള്ള പ്രദേശത്തിന് നീ എന്തിയാണ് വന്നത് നിങ്ങൾ വളവ് തീർന്നത് നിങ്ങൾ തേൽകുത്തിരിന് എന്താക്കത്ത് പാമ്പുകുത്തിരിന് എന്താവത്ത നിങ്ങളെ കാൽ കൊള്ളുകച്ചിരിന് എന്താവത്ത് പ്രിയപ്പെട്ട സഹോദരൻ അവളോട് ഉള്ളേ അവളെ കൈക്കാൽ കൊട്ടിട്ട് ഞമ്മളെ ഇട്ട ആ സമയത്തും പ്രേമേന്ദ്രൻ മനസ്സിലാക്കുവാണ് ആ സമയത്തും ഈ പെണ്ണുടെ മനസ്സിലുള്ളത് നന്റെ മങ്ങിലായെങ്കെത്ത ഇയാൾക്ക് ഒരു മുള്ള പോലും തർക്കവും തീരാൻ ചൊന്നാലുണ്ടായ അതാണ് പ്രേമം ഇതിൽ ആട്ടോട്ട് ഒരു കഥയിൽ ഞങ്ങൾ വായിക്കിടാണ്ടായെങ്കിൽ ഇതിന്റെ ഒറിജിനാലിറ്റി തിരിയണുണ്ടായെങ്കിൽ 1400 വർഷത്തിന് മുമ്പ് മക്കത്ത് പോകണം മദീനത്ത് പോകണം അതിൽ പിന്നെ അങ്ങനത്തെ സ്നേഹങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യനായ സയ്യിദ് ഇബ്നു ദഹന്ന റളിയല്ലാഹു അൻഹുടെ മക്കത്തിൽ വെച്ചിട്ട് സിലുവകേരി സിറാർ കൊണ്ടുടാറ് ആ സമയത്ത് അന്തിമ അഭിലാഷ എന്താണ് നിങ്ങളെ കേൾക്കുക അബൂ സുഫിയാൻ അടക്കമുള്ള നേതാക്കന്മാരുള്ളാറ് സയ്യിദ് ഇബ്നു ദഹന്ന റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഖുബൈബ് ഇബ്നു അലി റളിയല്ലാഹു അൻഹു പീസ് ആയിട്ട് കൊല്ലപ്പെട്ടപ്പോൾ വലസ്തു ഉബാലി ഹീന ഉഖ്താൽ മുസ്ലിമ അയാൾ ചൊന്നെങ്കിട്ടവർക്ക് മുസ്ലിമായി ഞാൻ കൊല്ലപ്പെടേണ്ടായി എന്നൊരു വിഷയമേ അല്ല പക്ഷേ നിങ്ങളെ കൊല്ലടത്തൊട്ട് വിട നിങ്ങൾ പലക്ക ചൊന്നു പോയി ഈ ജാഗിൽ മുഹമ്മദ് ഇന്ദ്രങ്കാവത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ചെന്നു പോയി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയുള്ള 400 കിലോമീറ്റർ ദൂരമുള്ള മദീനത്തിലുള്ള ആ നേതാവുടെ റോമൻ തൊടു ലോകത്തൊരാൾക്കും സാധ്യയില്ല എത്ര കോടി ആൾമാർ കൂടിയാണെങ്കിലും അല്ലാഹു യഅസിമുക മിനന്നാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആൾമാരെ തൊട്ട് നിങ്ങളെ പഠിത്തവും സംരക്ഷിക്കാൻ ചൊന്നത് ഖുർആന്റെ നസ്സാണ് എന്തോ ആക്കോ സാധ്യയില്ല 500 കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾ വേനെങ്കിൽ ചൊന്നിട്ട് നിങ്ങൾ നോക്കുക ഞങ്ങളെ ഈമാനെന്തും പോവാതെ എന്തേ അയാളൊന്നുകൂടെ ഇന്ദ്രന്മയാവും അയാളോട് കുമ്പറവ് സാധ്യമല്ല അങ്ങനെ ചൊന്നിട്ട് എനിക്ക് ബച്ചാവാന്ത് എനിക്ക് മദീനത്ത് പോവന്ത് പോയില്ലെങ്കിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കലന്ത് നിങ്ങൾ എന്തിക്ക് അങ്ങനെ ചൊന്നാറ് കേൾക്കലന്ത് കാരണം ശരീരം നശിക്കിട്ട് കൊള്ളുകാരും ചൊല്ലും അനിവാര്യ സമയത്തിൽ അങ്ങനെ ചൊന്നുപോയാൽ പക്ഷെ അങ്ങനെ ചെന്നില്ല അബൂ സുഫിയാൻ അടക്കമുള്ള ആൾമാർ കേൾക്കുന്ന വലിയ മക്കത്തെ ലീഡർമാർ നിന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ നേതാവ് ഈ ജാഗലിൽ നിന്ന് അത്ര ചൊന്നെങ്കിൽ നിങ്ങൾ അങ്ങ് വിടുകയാണ് അപ്പൊ അങ്ങനെ ചൊന്നെങ്കിൽ വർക്ക് എന്തായിട്ട് ആവും ചൊന്നെങ്കിൽ ബച്ചാവുള്ളതാണ് നമുക്ക് സ്നേഹം ചൊന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധ്യമാവും അങ്ങനെ ചെന്നാറ് യാ റബ്ബി അങ്ങനമാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഇക്കടെ വിടും ഇപ്പൊ എവിടെ ഉണ്ട് ആ ജാഗിൽ ആ നേതാവുടെ കാലുകൾ മുള്ളു കടക്കുന്നത് പോലും നമുക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെ സ്നേഹത്തെ ഒന്നും എന്തുമല്ല അങ്ങനെ സ്നേഹത്തെ ഒന്നും എന്തുമല്ല പ്രിയപ്പെട്ട സഹോദരൻ അപ്പോഴാണ് അബൂ സുഫിയാൻ മക്കത്തിൽ നിന്ന് ചൊന്ന പലപ്പോഴും മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദി മുഹമ്മദ എല്ലാ ശത്രുക്കളെ കാൽഡടിയിലെ ദൂരം ഒളിച്ചു പോകുമ്പോഴാണ് അങ്ങ് എന്താക്കിങ്ങും ഈ നേതാവിലൊട്ടി എന്തൊരു അണ്ടാണ് റബ്ബേ ഞങ്ങളൊട്ടിയ പൈസ ഉണ്ട് ഞങ്ങളൊട്ടിയ കച്ചവട സ്ഥാപനങ്ങളുണ്ട് കോടി പൈസ വേണം കൊടുക്കാം 100 അല്ല 1000 വണ്ട വേണം കൊടുക്കാം എല്ലാം ഞങ്ങളൊട്ടി ഉണ്ടല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടി എന്താണ് മക്കത്തെ മദീനത്ത് പോകുമ്പോ എല്ലാം വിട്ടിട്ട് പോയിട്ടല്ലേ സഹാബത്തിലൊട്ടി എന്തും ഇല്ലല്ലേ പിന്നെ എങ്ങനെയാണ് അയാൾ ഇങ്ങനെ ആകർഷിക്കുന്നത് ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയാ ലോകത്തുള്ള കിസ്റ കൈസർ വൻ സാമ്രാജ്യത്തെ സന്ദർശിച്ചെങ്കിൽ അബൂ സുഫിയാൻ അണ്ട് ചൊന്ന പലക ഇണ്ടുകൊണ്ട് സ്വർണ്ണ ലിപിയിൽ എഴുതി വെക്കുന്നതായ പലകാണ് ലോകത്ത് ഒരു അനുയായിയും ഒരു നേതാവുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികൾ ആ നേതാവുടെ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അണ്ടത്തെ മുശ്രിക്കായ പിന്നെ ഇസ്ലാം വന്ന സയ്യിദുനാ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ചൊന്നുകൊണ്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതാണ് സ്നേഹം
ഒറിജിനൽ സ്നേഹം ചൊല്ലുന്നത് അത് ഉഹുദ് പോയിട്ട് നമുക്ക് പഠിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഉഹുദ് സിയാറത്താക്കിക്കൊണ്ടുള്ള സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര സ്നേഹം. ത്വൽഹത്ത് ഇബ്നുൽ ബറാ റളിയല്ലാഹു അൻഹു ചെന്ന മഹാൻ 18 വർഷം. അതുകൊണ്ടാണ് ഞാൻ ചൊല്ലുന്നത്, ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ബാലക്കാരുടെ മനസ്സിൽ ഈ മഹബത്തിന് ചൊല്ല ഔഷധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ കൂടുമ്പോ അവൻ ബാക്കിയുള്ള പ്രേമങ്ങളെല്ലാം നശ്വരാൻ ചൊല്ലുന്നത് അവന് ಗೊತ್ತಾവുള്ളൂ. വെറുതെ ഞങ്ങളുടെ ബാക്കിൽ പോകുന്നത് ജാവ് സുവാക്കും സുബൈത്തോളം ഫോൺ ആക്കി അവന്റെ ലൈഫ് അങ്ങ് തീർത്ത് ആയുസ് അങ്ങ് തീർന്നു പോയിട്ട് 5 പൈസത്തെ പ്രയോജനം ഉണ്ടാ, നെമ്മതി ഉണ്ടാ, അവൾ കിട്ടുന്നതും ഇല്ല, അവള ഫോൺ കിട്ടുന്നതും ഇല്ല, നെമ്മതിയില്ലാത്ത ബതുക്ക് നയിക്കണമെങ്കിൽ കണക്കില്ലാത്ത വളക്കാറുള്ളാറ്, കണക്കില്ലാത്ത മനുഷ്യന്മാരുള്ളാറ്, ഭ്രാന്ത് പ്രേമത്തിൽ കുടുങ്ങിയെത്താൽമാർ. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ആ ഭ്രാന്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ഞാൻ ചൊന്നത് സ്നേഹിക്കുന്നായത് സ്വഹാബി. ആ സ്വഹാബിനാക മദീനത്തെ ഖുബാ പള്ളിയുടെ മുട്ടാണ്. ഇന്റെ അവിടെ പോയെങ്കിൽ മസ്ജിദ് ബനി ഉനൈഫുള്ള ചന്തത്തെ പള്ളിയുണ്ട്. മേൽക്കൂറയില്ലാത്ത, മേൽക്ക് സിലാഫില്ലാത്ത നല്ല ഭാര്യ ചന്താക്കി വെച്ചതാണ് ആ പള്ളി. ആ പള്ളിയുടെ മുട്ടാണ് ഇയാൾ അകയുന്നത്. 18 വർഷമാണ് അയാളെ മഹബത്ത്. അത് ഞാൻ കേൾക്കണു. അയാൾ മദീനത്തെ പള്ളിയിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ടതേക്കിട് ഇബ്ൻ ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തമ്മീബിൻ അൽ ഇസാബ ഫി തമ്മീസ് സ്വഹാബ ചൊല്ല കിതാബുൽ ഈ സംഭവം വിശദീകരിക്കുന്നത്. മുട്ടതേക്കിട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ട കൊണ്ടിങ്ങനെ മുട്ടാണ് ഇതേക്കിടെ. എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം നമുക്ക് സ്പർശാവണം, തോളൊന്ന് സ്പർശാവണം, മുട്ട പോകുന്നു. എന്തേ അത് നിങ്ങളൊക്കെ പിരിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊക്കെ പിരിസാണ്. ഓ പിരിസുണ്ടാ നിങ്ങൾ ബാപ്പടക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറക്കാം റെഡിയല്ലേ? ഞാൻ ബാപ്പടക്കുള്ളേ കട്ടിട്ട് പറത്തായിരുന്നേ ബാപ്പടക്കുള്ള വേണ്ടി ഇത് നീ ചൊല്ലാറല്ലേ? അപ്പൊ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പടക്കുള്ള പോകണ്ട, ഞാൻ കുടുംബബന്ധം മുറിക്കുവാനായിട്ട് വന്നെങ്കിൽ താളെന്തോല്ല ടെസ്റ്റ് ആക്കിയതാണ്. ഇത് സ്നേഹമുണ്ട് ചൊന്നല്ലേ? സ്നേഹത്തെ മുന്നൽ ഇതാണ് ഒറിജിനൽ പ്രേമം. മാപ്പിള കളത്തെടുത്തിട്ടാണ് കൊമ്പണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ ഇവിടെ നിങ്ങളെ മുന്നിൽ നക്ക് ബാപ്പ വിഷയമല്ല, നന്റെ മുന്നിൽ നിങ്ങൾ ആക്ഷേപിക്കുകയാ, നിങ്ങൾ പറയുകയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാം അതുകൊണ്ട് ഞങ്ങളത് ഉറുദിലും പ്രസംഗത്തിലും എഴുത്തിലും ബാക്കിയാവുമ്പോ സ്വഹാബത്തിന്റെ ലൈഫിലത് വന്ന് അങ്ങ് ഏറ്റവും മഹബാരം കേട്ടെങ്കിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനത്തെ നേതാവുടെ വയ്ക്ക് ഒരല്പം മൗലിദോടാം അതുകൊണ്ടാൻ ചെല്ലുമ്പോ ഞാൻ ചൊല്ലല്ലേ, അത് വേണ്ടാന്ന് ചൊല്ലെങ്കിൽ താഴ്വാറുള്ളവരല്ലേ. അവന്റെ വയ്ക്ക് ഒരു മോമിനിട്ട് എങ്ങനെ ചൊല്ലു? അവൻ യഥാർത്ഥത്തിൽ കപട വിശ്വാസിയാണ്. ഇങ്ങനത്തെ ഒരു നേതാവുടെ ഞങ്ങൾ എത്ര വട്ടന്മയാവില്ല മദഹാക്കിടെ മൗലിദാക്കിടെ ചൊല്ലി ഇതൊരു മൗലിക സദസ്സാണ്, മദഹിന്റെ സദസ്സാണ്. ഇപ്പോഴത്തെ വന്നിട്ട് കേൾക്കടാ മദീനത്തെ പള്ളിയിൽ പോന്നാൽ ഇങ്ങനെ ചൊല്ലാൻ കേട്ടെങ്കിൽ മദീനത്തെ പള്ളിയിൽ അത് ചൊല്ലണോണ്ട് സ്വഹാബത്തിന് ദൈനംദിന ഇതേ വിഷയമാണ്. എല്ലാ നാളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖമേ ഇങ്ങനെ നോക്കിയിരിക്കണമെങ്കിൽ താഴ്ന്നു കിതാബ് വെച്ചിട്ടുള്ള മൗലിദാണ്. അതിനകത്തിയില്ല, ഞങ്ങൾക്ക് ആ സൗഭാഗ്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചൊന്നിട്ട് അത് തീർക്കണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് ഉണ്ടാക്കാനുള്ള ഒരു പണിയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ത്വൽഹത്ത് ഇബ്നുൽ ബറാ റളിയല്ലാഹു അൻഹു അയാൾ അങ്ങനെ ചെറിയ പ്രായത്തിൽ മരിച്ചു പോന്നു. അയാളെ രോഗം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയുടെ 3 കിലോമീറ്റർ സന്ദർശിക്കുകൊണ്ട് കുബാത്ത കൊണ്ടാണ് വന്നിട്ടൊരു അസറാവുമ്പോഴാണ് സന്ദർശിച്ചിട്ട് പോണ്ട മുന്നേ ചൊല്ലു ത്വൽഹ മരിക്കുന്നുണ്ട് കാണുന്നത്. ത്വൽഹ മരിക്കുന്നുണ്ട് കാണുന്നു. മരിച്ചെങ്കിൽ എന്റെ ചൊല്ലണോ അറിയിക്കണോ? അങ്ങനെ നേരെ മദീനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നു. അണ്ട് ജാവാവുമ്പോ ത്വൽഹത്ത് ഇബ്നുൽ ബറാ റളിയല്ലാഹു അൻഹു മരണം മുട്ടവണ്ട്, മരണത്തെ ടൈമാണ്. അപ്പൊ അയാൾ ചൊല്ലു മുട്ടവിന്നാൽമാർ മുണ്ടാറല്ല മരിച്ചെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കോ ചൊല്ലു. അപ്പൊ ഈ മരിക്കോ കിടന്നെങ്കിൽ ആൾ ചൊല്ല പളക്കത്തിൽ കൊണ്ടുകൂടാ. ഞാൻ മരിച്ചെങ്കിൽ നിങ്ങൾ എന്താക്കോ തീര കൊണ്ടുണ്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പൊ പോയി ചൊല്ലോ തീരാ, ഇപ്പൊ നിങ്ങൾ ചൊല്ലോ തീരാ. നന്റെ നിങ്ങൾ വേഗ തറണാക്കോ ചെമ്മനാർ വെക്കോ ഇല്ല, അതൊരു വസിയത്താണ്. മരിച്ചെങ്കിൽ വേഗം കൊമ്പോണ്ടേ പകരും. അതുകൊണ്ട് നിങ്ങൾ ചെമ്മനാർ വെക്കുമെന്ന് പോകണ്ട. നിങ്ങൾ ജാവിലെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു ഉപദ്രാക്കണ്ട. ചൊന്നെങ്കിൽ പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർബ പണ്ട് തെരുളു അഖാഫുൽ യഹൂദ, ഞാൻ ജൂതന്മാരെ പേടിച്ചുകൊണ്ടുള്ള മരിക്കൂ ഇടക്കിടയ്ക്ക് ഒരാളെ പലക്കാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാനിപ്പോ മരിക്കട ഈ സെക്കൻഡിൽ. പക്ഷെ എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ ഈ പള്ളിയിൽ നടന്നു വരുമ്പോ വഴിയിൽ ജൂതന്മാർ കാത്തുകൊണ്ടുള്ള ഉപദ്രവൂ. അതുകൊണ്ട് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദ്രവം ആ നേതാവ് റോമത്ത് ഉപദ്രവം നിങ്ങൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് നിങ്ങൾ ജാവ ചെല്ലണ്ടാണ് സയ്യിദുനാ ത്വൽഹത്ത് ഇബ്നുൽ ബറാ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നില്ല. അയാൾ ഒരാളേക്ക് ദഫനാക്കിയാൽ സുബൈക്ക് കൊടുത്താവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വണ്ട് നേരെ വണ്ട് സയ്യിദുനാ ത്വൽഹത്ത് ഇബ്നുൽ ബറാ റളിയല്ലാഹു അൻഹു ഖബറിന് മുട്ട കൊണ്ടു.
മദീനത്ത് പോയപ്പോൾ പലപ്പോഴും അയാൾ കബറോടായിട്ട് കൂടി ഇങ്ങനെ ആശയപ്പെടുന്നത് എത്ര വലിയ മഹബത്തുള്ള സ്വഹാബിയാണ്. അള്ളാഹു ബോധില്ല. ആ തൊള്ളഹത്തോട് കബൂറമുട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുള്ള ദുആ അത്രയും ബിർസാക്കിന്റെ താളാണ് ദുആ. അയാൾ ഗദ്മിയോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുമ്മ അൽഖി തൽഹക വഹുവ യൽഹഖു ഇലൈഹി വഅൻത തൽഹഖു ഇലൈഹി. അല്ലാഹുവേ തൊൽഹയെ നീ കണ്ടുമുട്ടുമ്പോ നീ നല്ല കുശി കണ്ടുമുട്ടണോ. അതുപോലെ നോക്കുന്നു നിക്ക് ചിരി പറഞ്ഞുകൊണ്ട് നിനക്ക് നല്ല കുശിയാവുന്നു. അയാൾ ചിരിച്ചോണ്ട് വരുന്നു. തൊൽഹ ഇങ്ങനെ പുഞ്ചിരിക്കുന്നു. ഭയങ്കര ചിരി പറഞ്ഞു. തൊൽഹക്ക് നിക്കും കുശിയാവുന്നു. അങ്ങനെ നീ കണ്ടുമുട്ടണോണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊൽഹത്തുൽ ബറാ റളിയല്ലാഹു അൻഹു ബിനായിട്ട് ദുആ ചെയ്തു. അപ്പൊ ഞാൻ ചൊന്നത് ഉഹുദിലുമുട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി എന്തിനാണ് വിശദീകരിച്ച്. കാരണം മഹബത്തുള്ളത് ആ ഉഹുദിൽ മാത്രമാണ്. അവസാന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലു ശത്രുക്കൾ മുട്ട വരുമ്പോ ആരാണ് സംരക്ഷിക്കരേന്ന് കേട്ടല്ലേ. ഞാൻ വെള്ളിയാഴ്ച ഞാൻ ചൊന്നത് ആരാണ് സംരക്ഷിക്കരേ. സ്വഹാബത്ത് കൂടിയാറ് അബൂദുജാൻ റളിയല്ലാഹു അൻഹു കൂടിയിട്ട് മഹബത്തോടെയാണ്. അബൂദുജാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൗലത്ത് ഇങ്ങനെ തറച്ചു പിടിച്ച് ഏത് ഈ തലയിൽ വെച്ചെനിക്കത്തെ ഹെൽമെറ്റ് രക്ഷാ കവച അത് കീൽ വന്നിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ ഒഴുകപ്പോയത്. ഇതിലിപ്പോ എടുക്കണോ ആരെടുക്കണോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വേണ്ടാറ്. അബൂ ഉബൈദ തങ്ങളുള്ളൂ നിങ്ങൾ എടുക്കണ്ട ഞാൻ എടുക്കാനുള്ളൂ. ചെറിയ ബാലക്കാരാണ്. ഇതിനെ വലിച്ച് പല്ലുകൊണ്ട് കടിച്ചിട്ടായിരിക്കുള്ളൂ. എടുക്കുമ്പോ എന്താ ഇത്തിരി ഇയാളെ മുൻപല്ലെന്ന് പൊട്ടിപ്പോയിട്ട് ഇനി അടുത്തതോ ഇതും എടുക്കണ്ടേ. അതും ഞാനേ എടുക്കണേ നബിയെ സല്ലല്ലാഹു അലൈഹി. അതിനെങ്ങനെ പഠിക്കരുത്. അതും പഠിക്കുമ്പോ പിന്നൊരു മുൻപല്ല് പൊട്ടിക്കൊണ്ട് നല്ല ബാലക്കാരുടെ രണ്ട് മുന്നത്തെ പല്ല് ആർക്ക് പേനായി പോയിട്ട് ചൊല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേനായി പോയിട്ട് അയാൾ വിഷയമല്ല. സയ്യിദുനാ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അബൂദുജാൻ റളിയല്ലാഹു അൻഹു അതുപോലെ എത്ര സ്വഹാബിമാർ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നന്റെ നെഞ്ഞിരെ നിങ്ങളെ നെഞ്ഞിരെ മുന്നൽ സമർപ്പിക്കാൻ ചൊന്നിട്ടു ശത്രുക്കളെ മുട്ടത്തെ ബണ്ടയ്ക്കത്തെ അമ്പ് ബാണത്തെ നെഞ്ഞുകൊണ്ട് കാട്ടിട്ട് തടുക്കണുണ്ടായെങ്കിൽ എന്ത് മഹബത്തായി. ഞാൻ ഈ ഊഹുദിനെ ಬಗ್ಗೆ ಎಲ್ಲ ചിന്തിക്കുമ്പോൾ എത്ര മഹബത്ത് പ്രസംഗിക്കരെ ചെറുടെ കേക്കറെ നങ്ങയല്ല. ഊഹുദിനെ ಬಗ್ಗೆ പ്രസംഗിക്കുമ്പോൾ അച്ഛനാക്കൾ നങ്ങമിക്കുന്നതിന് എന്താവത്ത് ഊഹുദ് ഒരിക്കലും ആ രംഗത്ത് നിൽക്കും സാധ്യമേ അല്ല. പ്രാണത്തെ പോലും സമർപ്പിച്ചാൽ നെഞ്ഞിന് കൊടുത്താൽ നെഞ്ഞു കാട്ടി പിന്നൊരാളിങ്ങനെ മുതുകാട്ടിട്ടാണ് സഞ്ജയ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കരെ. അവിടെയാണ് ഒരു നേതാവ് ചെലുത്തിയിരിക്കത്ത സ്വാധീനവും മഹബത്തും. യേശു ക്രിസ്തു മരിക്കലിന്റെ ടൈമിൽ നമ്മൾ ഞാൻ ചെന്നല്ല അയാൾ ഭയങ്കര സ്നേഹിക്കലിന്റെ ആൾമാരുള്ള ഈസാ നബി അലൈഹിസ്സലാം വലിയ മഹാനാണ്. പക്ഷെ ഞാൻ ഒരു കമ്പാരിസൺ കൂടിയായിട്ട് ചൊല്ലേ 12 ശിഷ്യന്മാരിന്നാറ് അയാൾ ചൊന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ട് വേണ്ടേ നക്കതിൽ കാവൽ നിൽക്കണോ. പ്രാർത്ഥിച്ചിട്ട് വന്ന് നോക്കുമ്പോ ഇങ്ങ പറഞ്ഞിട്ടുള്ള ഇങ്ങ കാവൽ നിന്നിട്ടില്ലേ ശിഷ്യന്മാരാണ്. പിന്നെയും പോയി പ്രാർത്ഥിച്ചിട്ട് പറയുമ്പോ ഇങ്ങ പറഞ്ഞിട്ടുള്ളാറ് എവിടെ കാവൽ നിன்றாറ്. പിന്നെയും പോയി വന്ന് നോക്കുമ്പോ ഇങ്ങ പറഞ്ഞിട്ടേ ഉള്ളാറ് പ്രാർത്ഥനക്ക് കാവലില്ല. 12 ശിഷ്യന്മാർക്ക് അങ്ങനെ സ്വാധീനം ചെലുത്തില്ല അങ്ങനെ മഹബത്തില്ല എങ്കിൽ അതേ 12 ആൾമാരെ ഓതു വന്നിട്ട് നിങ്ങൾ നോക്കൂ. അവിടെ പ്രാർത്ഥിച്ചിട്ട് വേണ്ടല്ല ചൊന്നോടുള്ള ശത്രുക്കൾ എതിരുള്ള കത്തി കടുക പിടിച്ചിട്ട് നന്റെ സംരക്ഷിക്കുക ആരുള്ളാരും കേൾക്കുമ്പോ നെഞ്ഞുകൊണ്ട് നെഞ്ഞു കാട്ടി സംരക്ഷിച്ചാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ത്വൽഹ റളിയല്ലാഹു അൻഹു അയാൾ ലാസ്റ്റ് കാണുന്നുണ്ട്. അതായത് ഫസ്റ്റിലെ ഒന്നു ഇങ്ങനെയുള്ള ഷഹീദാവള എല്ലാവരും മരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നേ മരിച്ചു പോകുന്നുള്ള ഷഹീദായിട്ടുള്ള ത്വൽഹ റളിയല്ലാഹു അൻഹു വന്ന് ശത്രുക്കളെ കുറെ ദൂരം ഓടുവാട്ടിട്ട് എന്ത് ചെയ്യുന്നില്ല ഓടുവാട്ടോ അയാൾ ഹിക്മത്തിൽ ഓടുവാട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ എടുത്തു പോയിട്ട് എവിടെയെങ്കിലും പ്രൊട്ടക്ഷൻ ജാഗരിക്കണോ അങ്ങനെ ഓടുവാട്ടിട്ട് ശത്രുക്കൾ കുറച്ച് ദൂരമായപ്പോ സയ്യിദുനാ ത്വൽഹ റളിയല്ലാഹു അൻഹു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താങ്ങി പിടിച്ചിട്ട് ഓത് പർവ്വതത്തെ മുട്ട കൊണ്ടു. ഇന്നും ഊഹുദിനെ മുട്ട പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തെപ്പാട്ടി ഒരു എത്തരത്തിൽ ജാഗി കൊണ്ടു. അവിടെ പോയിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെപ്പാട്ടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 ഗായമുണ്ടില്ലേ. ത്വൽഹ റളിയല്ലാഹു അൻഹു തടിയിൽ 72 ഗായമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ ഷഹീദ് ആവളയാണ് എംസി അയാൾ ഭൂമിയിൽ മരിക്കണമെങ്കിൽ നടക്കണമെങ്കിൽ ഷഹീദാണ്. 72 ഗായമുണ്ട്. ഇതെല്ലാം സ്വഹീഹായ റിപ്പോർട്ടല്ലേ മദീനത്തെ അനുഭവങ്ങളല്ലേ. 72 ഗായമുള്ള ത്വൽഹ റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്ങി പിടിച്ച് പോകണ്ടായി. ഞാൻ ഈ സെക്കൻഡിൽ വെച്ച് തോന്നറിയില്ല എനിക്കെന്തും ആവത്തില്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പോകുമ്പോ ഈ പർവ്വതത്തിൽ 10 ആവൂല്ലേ ത്വൽഹ റളിയല്ലാഹു അൻഹു മുതുകാട്ടി കൊടുക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതുക്ക് പത്തിട്ടാണ് അവിടേക്ക് പത്തറോ അപ്പ ചെന്നൊരു മലക്കൊണ്ട് ഔജബ ത്വൽഹ ത്വൽഹക്ക് സ്വർഗം നിർബന്ധമായിട്ടൈത്ത് സയ്യിദുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു ഖിദ്മത്താക്കുവാൻ നമുക്ക് സാധ്യമാവണോ? കാരണം ആ ദുആയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമീങ്ങൾ ദുആ കൊണ്ട് ഔജബ ത്വൽഹ സ്വർഗ്ഗം നിർബന്ധമായിട്ട് അവസാനം ആൾമാർ വരുമ്പോ ത്വൽഹയുടെ നോക്കുകയുള്ളൂ. ത്വൽഹനെ പോന്നിട്ടുണ്ടു. ത്വൽഹയുടെ തടിയിൽ മൊത്തം ഗായമാണ്. 72 ചില്ലാറ ഗായങ്ങൾ ത്വൽഹ റളിയല്ലാഹുവിന്റെ തടിയിലുണ്ടായെങ്കിൽ അയാളെ നോക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് ഷഹീദും യംശി അലൽ അർദ്. ഭൂമിയുടെ മേലിൽ നടകാടുവാൻ കിട്ടിയ ഒരു ഷഹീദാണ് സയ്യിദുനാ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ജന്നത്തെ മഹാൻ. അവിടെയാണ് ഈ വിഷയങ്ങൾ പഠിക്കുമ്പോഴാണ് എന്താണ് സ്നേഹം, എന്താണ് പ്രേമം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ ചൊന്ന വഫാത്തര മുന്നൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നത് ഉഹുദ് പോയില്ലെങ്കിൽ വർക്ക് വരില്ല. കാരണം ഉഹുദ് നക്ക് പോണേ ആ നക്കുവേനായിട്ട് ജീവൻ സമർപ്പിച്ചെങ്കെത്ത സ്വഹാബത്താണ്. എന്നിട്ട് അവിടെ പോയിട്ട് അങ്കല്ല സലാം ചൊന്നിട്ട് ചൊല്ലു ഇന്നി ബൈന ഐദീകും ഫർത്തുൻ വഅന അലൈക്കും ഷഹീദുൻ വഇന്ന മൗഇദനൽ ഹൗൽ. ഇതാ ഞാൻ പോയോണ്ടുള്ള സ്വഹാബത്തിലോട്ട് എല്ലാവർക്കും ചൊല്ലുകൊണ്ടുള്ളേ നാണ് നിങ്ങളാട്ടി മുന്നൽ അള്ളാഹുടെ മുട്ട പോണ്ടേ നാണ് നിങ്ങൾക്ക് സാക്ഷിയാണ്. വഇന്ന മൗഇദന അൽ ഹൗൽ. നങ്ങ ഇനി കണ്ടുമുട്ട ഹൗദുൽ കൗസറിന്റെ മുട്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി. വഇന്നി ലഅൻദുറു ഇലൈഹി മിൻ മഖാമി ഹാദാ. ഞാനിതാ ഉഹുദിൽ നിന്നിട്ട് ഹൗദുൽ കൗസർ നോക്കിക്കൊണ്ടുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അത്രത്തോളം അങ്ങനെ ചെന്നിട്ടില്ല. ഇത് ചൊല്ലുക കാരണം ഞങ്ങൾ ഇനി കണ്ടുമുട്ട ഹൗദുൽ കൗസറിന്റെ മുട്ടാണ്ടല്ലേ. അപ്പൊ സ്വഹാബത്ത് മനസ്സിലായിട്ട് ഇതൊരു വിദാഅാണ്. വിദായത്തെ സിയാറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്താവുള്ളൂ. അവിടെയാണ് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ജൽദ സ്വഹാബി വിശദീകരിക്കുന്നത് ഫകുന്തു ഹാദിഹി ആഖിറ മർറത്തിൻ അൻദുറു ഫീഹാ ഇലാ വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്റെ അവസാനത്തെ നോട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാൻ ലാസ്റ്റ് നോക്കിയ അണ്ടത്തെ ജാവുകയാണ് ഉഹുദിലാണ്. പിന്നെ ഞാൻ നോക്കിയില്ല ചൊല്ലുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന് 6 അടയാളങ്ങളാണ് ഞാൻ ചൊന്നെ. 7ാമത്തെ ഒരു അടയാളവും കൂടിയുണ്ട്. അതെന്തിനും ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖീഹ് ഇടക്കിടക്ക് പോയി സിയാറത്താക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കുറി പോയപ്പോ വിദാ ആക്കുമ്പോലെ ജന്നത്തുൽ ബഖീഹ് ആൾമാരെല്ലാം പോയിട്ട് ദ്വാർന്നിട്ട് സിയാറത്താക്കിയിട്ട് അങ്ങനെ വിദായ ആക്കിയിട്ട് വണ്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 7 അടയാളങ്ങളിലൂടെ സഹാബത്ത് മനസ്സിലാക്കാറ് ഇനി ഞങ്ങളെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെമ്മയില്ല വഫാത്താവുന്നതിന്റെ സൂചനയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗത്തെ വകെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ വകെ അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൈഅത്തിനെ വകെ ദഫന്റെ വകെയാണ് ഇമാമിയങ്ങൾ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. ഞങ്ങളെ ഖൽബ് അല്ലാഹു ശുദ്ധിയാക്കി തരുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നാം പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാൻ. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണം റഹ്മാൻ. ഞങ്ങളെ ഖൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് നൽകണം റഹ്മാനെ. സ്വഹാബത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണം റഹ്മാനെ. രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ചെറുപ്പക്കാരെ ഞങ്ങളുടെ നാട്ടുകാർ നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഈ മഹബ്ബത്തിന്റെ രസം അനുഭവിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തിത്തരണം റഹ്മാനെ. നമ്മുടെ ദീനും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, പരിശുദ്ധ മദീനയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണം റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ നൽകണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم.